ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് BSNLന്റെ ഒരു റീചാർജിനെ കുറിച്ചിട്ടാണ്. 147 രൂപയുടെ റീചാർജ് പ്ലാനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 147 രൂപ നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തേക്ക് 30 ദിവസം വാലിഡിറ്റി കിട്ടും. ഇൻകമിംഗ് കോൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 30 ദിവസം നിങ്ങൾക്ക് ലോക്കൽ STD കോൾസുകൾ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാം. ഇത്രയാണെന്ന് കണക്ക് പറഞ്ഞിട്ടില്ല, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് 10 GB ഡാറ്റ ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. അതിന് ഇത് 2G 3G അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് 2G 3G 4G വേണമെങ്കിൽ ഡാറ്റ ഉപയോഗിക്കാം. 10 GB ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു പ്ലാൻ തന്നെയാണ്. അധികം യൂസേജ് ഇല്ലാത്ത, ജസ്റ്റ് വാട്സപ്പൊക്കെ നോക്കി കുറച്ച് യൂട്യൂബൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ പോലും ഈ ഒരു 10 GB BSNL സ്പീഡ് നിങ്ങൾക്കറിയാം കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ സാധാരണ ഈ ഒരു 10 GB ഒരു മാസത്തേക്ക് തികയുന്നുണ്ട്. നോർമലായിട്ട് നമ്മളിപ്പം പണിത്തിരക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്രയല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾക്ക് പറ്റും. കാരണം ഈ ഒരു ഇതിൽ നമ്മൾ 3G ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നോർമലായിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 360 പിക്സലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു മാസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 147 രൂപ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മുഴുവൻ 30 ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോൾ ആൻഡ് SMS, കോൾ മാത്രമേ ഉള്ളൂ, SMS അല്ല, കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 10 GB ഡാറ്റ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. പിന്നീട് ഈ 30 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 മുതൽ 10 ദിവസം വരെ നിങ്ങൾക്ക് വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അതായത് കോളുകളൊക്കെ വരും. പിന്നീടാണ് താൽക്കാലികമായി നിർത്തി സർവീസ് ഇല്ല എന്നൊക്കെ പറയാൻ തുടങ്ങുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു 147 റീചാർജ് ചെയ്യാൻ വെച്ചാൽ പോലും നമ്മൾക്കൊരു 5 മുതൽ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് വരെ നമ്മൾക്ക് ഒരു ഗ്രേസ് കാലാവധി എന്ന് പറയുന്ന പോലെ കുറച്ച് സമയം നീട്ടി കിട്ടാറുണ്ട്. അപ്പം ബേസിക്കായിട്ട് റീചാർജ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു പ്ലാൻ തന്നെയാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന പ്ലാൻ തന്നെയാണ്. അതായത് ഗ്രൂപ്പ് 1, സ്റ്റേജ് 1, സ്റ്റേജ് 2 വാലിഡിറ്റി അങ്ങനെയൊന്നും ഇതിന് ടെൻഷൻ ആക്കാനില്ല. ആർക്കും വേണമെങ്കിൽ റീചാർജ് ചെയ്യാം. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇത് കൂടാതെ നമ്മൾക്ക് ഡാറ്റ കുറച്ചും കൂടി കൂടിയ പ്ലാൻ ഉണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോഴും നമ്മൾ വാലിഡിറ്റി 150 സംതിങ് രൂപയുടെ റീചാർജ് ഉണ്ട്. അതിൽ 26 ദിവസം മാത്രമേ നമുക്ക് വാലിഡിറ്റി കിട്ടുന്നുള്ളൂ. ഇതിൽ തികച്ചും 30 ദിവസം നമ്മൾക്ക് വാലിഡിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ തോതിൽ റീചാർജ് ചെയ്തിട്ട് ഡാറ്റയും കോളും വേണമെന്ന്, അല്ലെങ്കിൽ കോൾ കൂടുതലും ഡാറ്റ കുറവും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് റീചാർജ് ആണ് ഈ 147 രൂപയുടെ റീചാർജ്. അപ്പം അത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതാണ് റീചാർജ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, BSNL ആണെങ്കിൽ നിങ്ങൾ ഏത് റീചാർജാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.